ഹലോ ഗൈസ്, നമ്മളിന്ന് രാവിലെ തന്നെ എണീച്ച് ഇന്ന് കുറച്ച് കുക്കുംബർ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ വിത്ത് കേട്ടോ. ഹൈബ്രിഡ് വിത്തായിട്ടുള്ള മഹി സെഡോണ എന്ന പേരുള്ള വിത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിത്ത് സെലക്ട് ചെയ്യുമ്പം എന്തായാലും നല്ല ഹൈബ്രിഡ് വിത്ത് നോക്കി സെലക്ട് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് നല്ല വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല വിത്ത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ തോട്ടത്തിൻ്റെ രാവിലത്തെ ഒരു വ്യൂ കേട്ടോ. അങ്ങനെ നമ്മളെ വാഴ കൃഷിൻ്റെ ഇടയിലെത്തി. ഇന്ന് നമ്മുടെ കൃഷി ചെയ്യാൻ പോകുന്നത് ഈ വാഴയുടെ ഇടയിലാണ് കേട്ടോ നമ്മുടെ കുക്കുംബർ നടാൻ പോണത്. ഈ ഒരു തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴ നട്ടതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോ വിത്ത് മത്തനും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വാഴ എന്തായാലും വളർന്നു വരുമ്പോഴേക്ക് ഒരു 2-3 മാസം കഴിയും എന്തായാലും. ആ ഒരു ടൈം പീരീഡ് കൊണ്ട് നമുക്ക് ഈ ഒരു മത്തൻ കായ് പറിച്ച് പോകാനുള്ള ടൈം അവിടെ കിട്ടും. അപ്പോൾ എല്ലാ തടത്തിലും ഇതുപോലെ നമ്മൾ ഓരോ വിത്ത് വെച്ച് നട്ടിട്ടുണ്ട്. ഈ ഒരു സ്പേസിലാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള വിത്തുകൾ നടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഴകൾക്കിടയിൽ നമ്മൾ ബാക്കിയുള്ള കുക്കുംബർ വിത്തും കൂടി നടും കേട്ടോ. ഇതാണ് നമ്മളെ ഹൈബ്രിഡ് വിത്തായിട്ടുള്ള കുക്കുംബർ കേട്ടോ. ആദ്യം തന്നെ നമ്മളിതെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. കാരണം നമ്മളെ വിത്തുകളൊക്കെ ഉണങ്ങിയതുകൊണ്ട് തന്നെ ഉറങ്ങി കിടക്കും. അത് പെട്ടെന്ന് മുട്ടി മുളച്ച് വരുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ടേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളെ ഈ ഒരു വാഴകൾക്കിടയിൽ നമ്മൾ ഒരു കുക്കുംബറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തടം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തടത്തിൽ നമ്മൾ കുക്കുംബറിൻ്റെ വിത്ത് നടും. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 2 സൈഡിലും നമുക്ക് കുക്കുംബറിനുള്ള തടം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കാണ് നമ്മളെ വാഴ കൃഷി വരുന്നത്. ആ ഒരു വാഴയുടെ തടത്ത് തന്നെ നമുക്ക് മത്തനും കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നനച്ച് വെച്ച ആ കുക്കുംബറിൻ്റെ വിത്ത് എടുത്തു. നേരെ ഇനി നടാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നനച്ച് വെച്ചിട്ടുള്ള കുക്കുംബറിൻ്റെ വിത്തെടുത്തിട്ട് നമ്മൾ ഓരോ തടത്തിൽ നട്ട് കൊടുക്കുകയാണ്. നമ്മൾ നടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഓരോന്നും ഓരോ അകലത്തിൽ നടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു വിത്തും 2 വിത്തുകൾ തമ്മിലുള്ള ഗ്യാപ്പ് മിനിമം ഒരു 25 സെൻറ്റിമീറ്ററെങ്കിലും നമ്മൾ കാണുക.